ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ അവിയലാണ്. സദ്യക്കൊക്കെ വിളമ്പുന്ന അവിയലാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. നാടൻ അവിയലിന് ആവശ്യമായിട്ട് ഞാനിവിടെ എല്ലാ ടൈപ്പ് പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കത്തിരിക്ക, മുരിങ്ങയ്ക്ക, പച്ചമുളക്, വെള്ളരിക്ക, അങ്ങനെ വാഴയ്ക്ക, എങ്ങനെ എല്ലാതരം നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് എല്ലാതരം പച്ചക്കറികളും എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അവിയലിന് സ്വാദ് കൂടുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറികളൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാതരം പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചക്കറിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ പിടിക്കുന്ന വിധം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് പുളി എടുത്ത് കുതിർക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് പുളി ചേർക്കാവുന്നതാണ്. പുളിക്ക് പകരം നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വേവാനൊക്കെ ഉണ്ടായിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. മൂടി വെക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നോക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണിത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇത് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അവിയലിന്. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ പരുവത്തിന് നിങ്ങൾ അരച്ചെടുത്താൽ മതിയാകും. പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് പച്ചക്കറികളൊക്കെ. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം.
ഇത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അവിയൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു സ്വാദാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി കൊണ്ട് ഒരു 10 നിമിഷം ഇങ്ങനെ മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സദ്യക്കൊക്കെ വിളമ്പുന്ന അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.